VP വൈകിട്ട് ശിവേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പുവിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ ശിവേട്ടന് VP വിളിച്ച് വിവരം പറയാനൊരു വിഷമം. അതുകൊണ്ടാ എന്നെ വിളിച്ചു പറഞ്ഞത്. അപ്പോ അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് മുരളി? ആള് ബോധം കെട്ടുറങ്ങ. ശിവേട്ടൻ പറയുന്നത് മദ്യം മാത്രമല്ല, ഡ്രഗ്സ് എടുത്തിരിക്കാൻ സാധ്യത ഉണ്ടെന്നാ. കൂടുതലുള്ള ടീമിന്റെ പക്കൽ അതും ഉണ്ടായിരുന്നത്രേ. ഇതൊന്നും ഗീതയുടെ മുന്നിൽ വെച്ച് പറയണ്ടെന്ന് കരുതിയിട്ടാ. അപ്പുവിനെ എത്രയും വേഗം ഒരു ഡോക്ടറെ കാണിക്കണം VP. അവൾ ഈ പോക്ക് പോയാ എന്ന് ഞാൻ ഇറങ്ങട്ടെ? അല്ല, ഞാനും വരാം. അല്ലെങ്കിൽ വേണ്ട. ഈ അവസ്ഥയിൽ അവളെ കാണാൻ എനിക്ക് സാധിക്കില്ല. മാത്രമല്ല VP ഇപ്പോൾ വന്നാ ഗീത ചോദിക്കില്ലേ? വേണ്ട, രാവിലെ അപ്പു ഇങ്ങ് വരുമെന്ന് ഗീതയോട് പറഞ്ഞാൽ മതി. VP, ദേ ഞാൻ കുറെ നേരമായിട്ട് അശ്വതിനെ മാളുവിനെ മാറി മാറി വിളിക്കുക. ആരും ഫോൺ എടുക്കുന്നില്ല. എന്താ മുരളി പറഞ്ഞത്? അവക്ക് എന്താ ശരിക്കും പറ്റിയത്? ആലോചിച്ചിട്ട് എനിക്ക് എന്തോ ഒരു... ഒന്നുമില്ല, അവൾക്കൊരു കുഴപ്പമില്ല. പിന്നെന്തിനാ മുരളി മാറ്റി നിർത്തി സംസാരിച്ചത്? VP ഒന്ന് പറയുന്നുണ്ടോ എന്നോട്? പ്ലീസ്. അപ്പോ പുതിയ ശീലങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഗീത. എന്ത് ശീലം? മദ്യപിച്ച് തെരുവിൽ തല്ലുണ്ടാക്കിയതിന് അപ്പോ പോലീസ് പിടിയിലായി. CI ശിവപ്രസാദാണ് കേസെടുക്കാതെ അവളെ വിട്ടയച്ചത്. ഗീത, കരയാതെ. ഗീത, ഗീത, കരയാതെ. കരയാതെ. ഞാനെന്ന് പോയി കണ്ടേ അവളെ. നോ ഗീത, വേണ്ട. ഇങ്ങനൊരവസ്ഥയിൽ അവളെ കണ്ടു നിൽക്കാൻ പറ്റുമോ എനിക്ക്? ഇല്ലടോ, മദ്യപിച്ച് ലക്ക് കെട്ടൊരവസ്ഥയിൽ അവളെ കാണാൻ നമുക്ക് കഴിയില്ല ഗീത. അതിന് പറ്റുമായിരുന്നെങ്കിൽ തന്നെക്കാൾ മുമ്പ് ഞാനവിടെ എത്തില്ലേ? വേറെങ്ങും അല്ലല്ലോ, മുരളിയുടെ അശ്വതിയുടെ അടുത്തല്ലേ. അവള് നന്നായി ഒന്ന് ഉറങ്ങട്ടെ. അപ്പു, അപ്പു, മോളെ അപ്പു,
സംശയിക്കണ്ട, മോൾ ഇന്നലെ ഇവിടെയാ കിടന്നത്. ഇന്നലെ നടന്നത് വല്ലതും അപ്പുന് ഓർമ്മയുണ്ടോ? എന്താ മോളെ നീ ഇങ്ങനെ? എന്താ നിനക്ക് പറ്റിയത്? നീ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടിയാ അത് ഞങ്ങൾക്കൊക്കെ എന്ത് വിഷമാവൂന്നറിയോ? അച്ഛൻ്റെ അമ്മയുടെ കാര്യം മോളൊന്ന് ഓർത്തു നോക്ക്. അവര് തരുന്ന സ്നേഹവും സ്വാതന്ത്ര്യമൊക്കെ എന്തിനാ മോളിങ്ങനെ മിസ്യൂസ് ചെയ്യുന്നത്? അതവരെത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ടാവും. എന്താ അവരുടെ ഭാഗത്ത് നിന്ന് മോള് ചിന്തിക്കാത്തത്? പോട്ടെ, ഇനി അതൊന്നും പറഞ്ഞ് ആന്റി നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഒക്കെ അപ്പുമായിട്ട് തിരുത്തിയാ മതി. ദാ ചായ കുടിക്ക. വേണ്ട. ഹാ, നീ അവിടെ ഇരുന്നേ, ഇത് കുടിച്ചിട്ട് പോയാ മതി. എനിക്ക് വേണ്ട ആന്റി, ഞാൻ പോവാ. അപ്പോ ആന്റി ഉപദേശിക്കൊന്നുമല്ല, എന്നാലും പറയുക. ഇന്നലെ നിന്നെ ആ കോലത്തിൽ കണ്ടപ്പോ ഞങ്ങൾക്കൊക്കെ എന്ത് വിഷമായെന്നറിയോ? അപ്പോ വി പി ഏട്ടന് ഗീതേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും മോളൊന്ന് ഊഹിച്ചു നോക്ക്. ഞാൻ പോവാണ്. അപ്പൊ നീ എവിടെ പോവാ? കുറച്ചു കഴിഞ്ഞ് പോവാം, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. പ്ലീസ് അപ്പു. സോറി, എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല, കേൾക്കാനും. അപ്പു, താങ്ക്സ് ആന്റി, ഇന്നലെ എന്നെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തതാണ്. ഈശ്വര, ഇവളിത് എന്ത് ഭാവിച്ച? അവളെ ഇതുവരെ കണ്ടില്ലല്ലോ, നമുക്ക് പോയി നോക്കിയാലോ? അത് വേണ്ട, അവിടെ ഇങ്ങ് വന്നോളും. അപ്പു, എന്തിനുള്ള പുറപ്പാടാ നീ? ഞങ്ങളെ നാണം കെടുത്താൻ കരുതി കൂട്ടി ഇറങ്ങിയിരിക്കാ നീ? ചോദിച്ചാൽ ഉത്തരം പറ. എനിക്ക് ആരോടൊന്നും പറയാനില്ല, എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടേക്ക്. അത്രയ്ക്ക് ധിക്കാരായ നിനക്ക് ഒന്ന് തന്നോണ്ടല്ലോ. ഗീത, നോ. എന്താ താനിങ്ങനെ വന്ന് കയറി ഉടനെ എന്തിനാ താനെ വിളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? പിന്നെ ഞാൻ എന്ത് വേണമെന്നാ പറയുന്നേ? കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾക്ക് പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിക്കണോ ഞാൻ? എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കുന്നത് അപ്പു? നിന്നോട് എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തേ? പോട്ടെ, മോൾ ഇതൊന്നും കാര്യാക്കണ്ട. അമ്മയുടെ വിഷമം കൊണ്ട് പറയുന്നതാ. ഇന്നലെ ഞങ്ങൾ അത്രയ്ക്ക് പേടിച്ചു പോയി. പോട്ടെന്ന്, കഴിഞ്ഞത് കഴിഞ്ഞു. മോൾക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് കരുതിയാ മതി. ഇത് അബദ്ധമല്ല, അഹങ്കാരോ. പറയുന്നത് എന്ത് സാധിച്ച് സമ്മതിച്ചും കൊടുത്ത് വളർത്തിയതിന്റെ ശിക്ഷയാ. പോട്ടെ, താൻ ഇനി പറഞ്ഞ എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കില്ല ഗീത. ചെയ്തത് തെറ്റായി പോയെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകമൊക്കെ അപ്പനുണ്ടല്ലോ. പിന്നെന്താ? മോള് ചെന്ന് ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നല്ല മിടുക്കി കുട്ടിയായിട്ട് വാ. എന്നിട്ട് വല്ലതും കഴിക്കാം. അച്ഛന് മോളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ചെല്ല്. ഗീത, താനിങ്ങനെ ഇമോഷണൽ ആയിട്ട് ഒരു കാര്യമില്ല. ഞാൻ പിന്നെ എന്ത് വേണം? അവളെന്താ ഇങ്ങനെ? അവൾക്ക് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട് ഗീത. നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്ത് പ്രശ്നങ്ങളാ അവക്കുള്ളത്? ഇത് വേറൊന്നുമല്ല, മാളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കുറയ്ക്കാൻ പറഞ്ഞതിന്റെ പക തീർക്കിയ അവള്. മുരളി, അശ്വതി, ഇന്ദിരാമയൊക്കെ അങ്ങനെ ചിന്തിക്കുന്നതില് നമ്മളെന്ത് പഴിച്ചു? താൻ വിഷമിക്കാതെ. അപ്പുവിന്റെ പ്രശ്നം ഇമോഷണലായിട്ടല്ല നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത്. കുറച്ചുകൂടി ബുദ്ധിപരമായൊരു നീക്കത്തിലൂടെ അപ്പുവിനെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ അതിനാണ് ശ്രമിക്കുന്നത്. അതിന് താനും കൂടി എൻ്റെ ഒപ്പം ഉണ്ടാവണം. ഓക്കെ? നമുക്ക് ശരിയാക്കാടോ, ഞാനല്ലേ പറയുന്നത്.
താൻ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്ക്. അപ്പൊ ഇപ്പൊ വരും.